الحمد لله وكفى وسلام على عباده الذين اصطفى أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ സ്നേഹധരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലുടനീളം അതിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എന്തെന്നറിഞ്ഞ് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പരമാവധി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ, തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും വേണമെന്ന് ആമുഖമായി എന്നെയും എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവേ അതിന് തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ദലായിട്ടുള്ള ഒഴിച്ചുകൂടാനാവാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമസ്കാരമാണ്. ആ നമസ്കാരത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ഓർമ്മ പുതുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്വലാത്ത് എന്നാണ് നമസ്കാരത്തിന് അറബിയിൽ പറയുക. നമുക്കറിയാം ഹയ്യ അല സ്വലാഹ്, അതുപോലെ തന്നെ സ്വലാത്തു ഖൈറും മിനൻ നൗം. വിശുദ്ധ ഖുർആൻ ഈ സ്വലാത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്തൊക്കെ ഇപ്പോൾ സ്വലാത്ത് എന്ന പദത്തിന് നമസ്കാരം എന്ന് മാത്രമല്ല ധാരാളം അർത്ഥങ്ങളുണ്ട്. വിശ്വദർശനയുടെ പേരിലുള്ള സ്വലാത്ത് അതും സ്വലാത്താണ്. ഇതിന് നമസ്കാരം അഥവാ ദുആ, പ്രാർത്ഥന, അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്, അള്ളാഹുവിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടിയുള്ള നന്മയ്ക്കും ഗുണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന, അതേപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം, പ്രശംസ, അങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി ധാരാളം അർത്ഥം വരുന്ന ഒരു വാക്കാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മോട് നമ്മുടെ നമസ്കാരത്തിൻ്റെ ആ ഒരു രൂപം, ഖിയാമ്, അതേപോലെ തന്നെ അതിൻ്റെ റുക്കൂഅ്, സുജൂദ് എന്നിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അസ്വലാത്ത് എന്ന് പ്രത്യേകമാക്കിക്കൊണ്ട് അത് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഏത് അവസരത്തിലായാൽ പോലും ഇപ്പൊ യുദ്ധമുഖം എന്ന് പറയുന്നത് നമുക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല.
അവിടെ പോലും ആ നമസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ള ഇബാദത്തുകളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കുകയും മറ്റൊരു സമയത്ത് അത് വീണ്ടെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ കടം വീട്ടുകയും ചെയ്യാം. അങ്ങനെ ഖളാ വീട്ടുന്ന ഒരു സംഗതി ഇല്ലാത്ത ഏക ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരത്തിന് നമ്മുടെ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, എന്തെങ്കിലും കാരണത്താൽ അത് മാറ്റി വെച്ചിട്ട് പിന്നീട് ഖളാ വീട്ടി നമസ്കരിക്കാമെന്ന്. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്ത ഏക ഇബാദത്ത് നമസ്കാരമാണ്. അപ്പോൾ നോമ്പിന് നമുക്കറിയാം, രോഗിയാണെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ എല്ലാം അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത് മാറ്റിവെക്കാം, എന്നിട്ട് പിന്നീട് അടുത്ത വർഷത്തിന് മുമ്പ് അത് നോക്കി വെക്കാം. അതുപോലെ തന്നെ നമസ്കാരം പഠിപ്പിക്കുന്നിടത്ത് യാത്രയിലാണെങ്കിലും അസുഖമുള്ള ആളുകൾക്കൊക്കെ അത് തൽക്കാലം മാറ്റി വെച്ചിട്ട് മറ്റൊരു സമയത്ത് നമസ്കരിച്ച് വീട്ടിയാൽ മതി എന്നല്ല പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് യാത്രയിൽ നമ്മൾ പാലിക്കേണ്ട അതിൻ്റെ ഇളവുകളെല്ലാം ഉണ്ട്, അത് പാലിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ നമസ്കരിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ജമ്മു കസറത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഖളാ കിട്ടിയിട്ടല്ല, മുൻകൂട്ടി നമുക്ക് തന്നിട്ടുള്ള ഒരു യാത്രയിൽ എങ്ങനെ നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ച് തന്നത് പ്രകാരമുള്ള നമസ്കാരമാണ്. ഓഹർ അസറിൻ്റെ സമയത്ത് മാറ്റി നമസ്കരിക്കാം, അങ്ങോട്ടേക്കാക്കി നമസ്കരിക്കാം, പിന്തിച്ച് നമസ്കരിക്കാം. അതേപോലെ തന്നെ അസറിൻ്റെ ഓഹറിൻ്റെ സമയത്തേക്ക് മുന്തി, ഇങ്ങനെയൊക്കെയുള്ള ഇളവുകൾ തന്നിട്ടുണ്ട് എന്നല്ലാതെ ആ നമസ്കാരം ഖളായാക്കിക്കൊണ്ട് എല്ലാം കൂടി പിന്നീട് കിട്ടുന്നൊരു സംഗതി. അപ്പം യുദ്ധത്തിൻ്റെ മുഖത്ത് പോലും നിങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കേണ്ട സഫിൽ നിൽക്കേണ്ട ആളുകൾ നമസ്കരിക്കുമ്പോൾ അവർ സുജൂദ് റുകൂയിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ തൊട്ട് പിന്നിലുള്ളവർ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചു വരുന്നിടത്ത് അതേപോലെ തന്നെ ഈ നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന അവിടെയൊക്കെ തന്നെ അതേപോലെ തന്നെ പ്രവാചകനോട് യുദ്ധം വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഇങ്ങനെ നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നിടത്ത് അസ്വലാത്ത് എന്ന് പറയുന്നത് അത് കൃത്യമായ ഒരു ആരാധന കർമ്മത്തെ കുറിച്ച് പഠിപ്പിക്കാൻ തന്നെയാണ് എന്നുള്ളതാണ്. ഈ നമസ്കാരം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് റഅ്സുൽ അംരി അൽ ഇസ്ലാം. റഅ്സുൽ അംർ അൽ ഇസ്ലാം, ഏതൊരു കാര്യത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനം, അതിലെ തല എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇസ്ലാമാണ്. അഥവാ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ആ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. എന്നാലോ വഅമൂദുഹു അസ്സലാഹ്, റഅ്സുൽ ഇസ്ലാമി റഅ്സുൽ അംരി അൽ ഇസ്ലാം വഅമൂദുഹു അസ്സലാഹ്, അതിൻ്റെ തൂണ് എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. ഏതൊരു കെട്ടിടത്തെയും താങ്ങി നിർത്താൻ കെൽപ്പുള്ളതാകണമല്ലോ തൂണ്. ആ തൂണാണ് ആ ഒരു വലിയ കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമികമായ ശരിയായ ജീവിതത്തെ നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് നമസ്കാരം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ളുഹറിൻ്റെ സമയത്താണ് ഇസ്ലാമിലേക്ക് വരുന്നത് എങ്കിൽ അയാൾക്ക് ആ ളുഹർ നമസ്കാരം നിർബന്ധമാണ്. ഇസ്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമസ്കാരം പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുക, നമസ്കരിക്കുന്നവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവർ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കണം. അത് കുറ്റമറ്റ രീതിയിൽ നമസ്കരിക്കാൻ പിന്നീട് ഇങ്ങനെ പഠിക്കുകയും വേണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ നമസ്കാരമാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇസ്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബാധ്യതയാകുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹിസാബിന് വിധേയമാക്കപ്പെടുമ്പോൾ ആദ്യം ചോദ്യം ചെയ്യുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദാസൻ, ഒരു അബ്ദ് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത്
നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ഈ നമസ്കാരം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. ഇപ്പം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്കറിയാം. എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈകെട്ടി ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരു ഇഹ്റാമിനെ കുറിച്ച് നമുക്കറിയാം. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഹജ്ജിൽ പ്രവേശിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ആ ഹജ്ജുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ വിലക്കപ്പെട്ട കുറേ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിലക്കപ്പെട്ടതുണ്ട്. ഇതേപോലെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഒരു ഇഹ്റാമാണ് തക്ബീറത്തുൽ ഇഹ്റാം. അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹലാലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട്. ഒരാൾ വന്നാൽ സംസാരിക്കാൻ പറ്റില്ല, സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല, മടക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. കുറേ കാര്യങ്ങൾ കുറച്ച് സമയത്തേക്ക് ആ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടെ നമുക്ക് ഹറാമാവുകയാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ചും ഫർദ് നമസ്കാരങ്ങൾ അത് അനുസരണയോടുകൂടി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഇബാദത്തിൽ ഏർപ്പെടുകയാണ്. മുനാജാത്താണ് അള്ളാഹുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ കൃത്യമായ ബോധത്തോടുകൂടി ഖുശൂഉമെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടുള്ള നമസ്കാരമായിരിക്കണം അത് എന്നതാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മുടെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദേശം ഖുർആൻ പഠിപ്പിക്കുന്ന മുനാഫിഖീങ്ങളുടെ കപട വിശ്വാസികളുടെ ഒരു സ്വഭാവമുണ്ട് അവരുടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത്. അവിടെ ഖുർആൻ പറയുന്നത് ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة അവർ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഖാമൂ കുസാല അവർ അലസന്മാരായിട്ട് അങ്ങനെ നിൽക്കും. ഖാമൂ കുസാല യുറാഊന الناس അതോടൊപ്പം ഒരു ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അള്ളാഹുവിനെ കാണിക്കാനോ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനോ ആണ് എന്ന ആ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കേണ്ട ബോധത്തിന് പകരം ജനങ്ങൾ കാണുന്നതിന് അവൻ്റെ മനസ്സിൽ അതാണ് പ്രധാനമായിട്ടും അവൻ്റെ ഉദ്ദേശമായിട്ട് വരുന്നത്. പിന്നെ അവൻ അലസനായിട്ട് ഇങ്ങനെ നിൽക്കും. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല വളരെ കുറഞ്ഞ അളവിലല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമസ്കാരത്തിന് വേണ്ടി ഇമാമിൻ്റെ കൂടെയാണെങ്കിലും അല്ലെങ്കിലും ഇമാമിൻ്റെ കൂടെയാണെങ്കിൽ കൈ കെട്ടുമ്പോൾ നമുക്കറിയാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോഴായിരിക്കും ഞാൻ ഉടനെ യാന്ത്രികമായിട്ട് സലാം കിട്ടുന്നു. അതിനിടയിൽ കുറേ കാര്യങ്ങൾ എന്തെല്ലാമാണോ നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ ഓർമ്മ പുതുക്കിയും അതിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുമൊക്കെ സലാം കിട്ടുമ്പോൾ തിരിച്ചു വരികയാണ്. ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു നമസ്കാരത്തിൻ്റെ പലപ്പോഴുമുള്ള സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളതാണ്. പിന്നെ പിശാചിൻ്റെ ഇടപെടലും എല്ലാം കൂടിയായിട്ട് എല്ലാ കണക്കുകളും ഓർമ്മ വരും, എല്ലാ കിട്ടാനുള്ള കാര്യങ്ങളും ഓർമ്മ വരും. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണോ ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ, അതെല്ലാം ഓർമ്മ വരും. കുടുംബത്തിലെ പ്രശ്നങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും അതിൽ സന്തോഷകരമായ വരുന്നതാണെങ്കിൽ അത് എല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുന്ന ഒരു സമയമായിട്ടാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല ആ കുറഞ്ഞ അളവ് പോലും ഓർക്കാത്ത നമസ്കാരങ്ങളായി പലപ്പോഴും നമ്മുടെ നമസ്കാരം മാറുന്നുണ്ട് എന്നുള്ളിടത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളെല്ലാം പച്ച മനുഷ്യരാണ്. സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അള്ളാഹുവിനുള്ള കാരുണ്യം
അള്ളാഹുവിനുള്ള പാപമോചനം, പൊറുക്കൽ തേടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന എല്ലാം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ നമസ്കാരത്തിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയായിട്ട് കഴിഞ്ഞു പോകുന്നു. നമ്മൾ അതിൻ്റെ പേരിൽ വിഷമിക്കാറില്ല. അതേപോലെ തന്നെ എൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഉണ്ടാകാറുമില്ല. അതിങ്ങനെ യാന്ത്രികമായി നടന്നു പോകുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു വാക്കുണ്ട്, ഒരു ഹദീസിൻ്റെ ഭാഗം. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഓരോ സമയത്ത് നമസ്കരിക്കാൻ എത്തുന്നത്. നമുക്കറിയാം ഇത് ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ്, നിർബന്ധ കർമ്മമാണ് എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി വരുന്നുണ്ട്. പക്ഷേ അത് നിർവഹിച്ചു പോകുന്നതാകട്ടെ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടാത്ത ഒരു രൂപത്തിലാണ് എന്നായി കഴിഞ്ഞാൽ എത്ര വലിയ നഷ്ടമാണ് അത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് ഒഴിവാക്കാൻ നമുക്ക് എന്തായാലും മനസ്സ് വരുന്നില്ല. കാരണം അത് ആ രീതിയിൽ അള്ളാഹു നമുക്ക് ഹിദായത്തിലാക്കിയിട്ടുണ്ട്. പക്ഷെ നിർവഹിക്കുന്നതാകട്ടെ പാഴ്വേല ആയിക്കൊണ്ട് എങ്കിൽ അത് എത്ര വലിയ നഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസ്വല്ലി സ്വലാത മുവദ്ദിഅ. നീ നിന്റെ നമസ്കാരത്തിലേക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ, പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഫസ്വല്ലി സ്വലാത മുവദ്ദിഅ, ഒരു വിട പറയുന്നവന്റെ നമസ്കാരം പോലെ നീ നമസ്കരിക്കുക. എന്താണ് വിട പറയുന്നവന്റെ നമസ്കാരം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ എനിക്കൊരു ഉറച്ച അറിവ് കിട്ടി, ഉഹദ് നമസ്കാരം നടക്കും, പക്ഷെ അസറിന് ഞാൻ ഉണ്ടാകില്ല, അസറിന് ഞാൻ അതിന് മുമ്പ് തന്നെ മരിച്ചു പോകും എന്ന് എനിക്കൊരു ഉറച്ച അറിവ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഉഹദ് നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു മുസ്ലിം ആണെങ്കിൽ, അള്ളാഹു വിശ്വസിക്കുന്ന ഒരു നല്ല മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതുവരെ നിസ്കരിച്ചിട്ടില്ലാത്ത എല്ലാ ഖുശൂഉം എല്ലാം വരെ തടങ്ങിയിട്ടുണ്ടാകും. കാരണം അത് എൻ്റെ അവസാനത്തെ നമസ്കാരമാണ്. ഇത് അള്ളാഹു സ്വീകരിക്കാത്ത രൂപത്തിലാണ് പോകുന്നതെങ്കിൽ എൻ്റെ അവസാന ആഖിബത്ത് എന്ന് പറയുന്നത് എത്ര മോശമായിരിക്കും. അങ്ങനെയല്ല ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രവാചകന്റെ നമസ്കാരത്തിന്റെ രൂപം അങ്ങനെയായിരുന്നു, അങ്ങനെ നിങ്ങൾ ആകണമെന്നാണ് പറയുന്നത്. ഫസ്വല്ലി സ്വലാത, ഒരു വിട പറയുന്ന ആളിന്റെ നമസ്കാരം പോലെയാക്കണം. എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തായാലും മരണം സുനിശ്ചിതമാണ് എന്നുള്ളത് ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും, എല്ലാവരും മരിക്കുന്നറിയാം. പക്ഷെ എവിടുന്നോ മറ്റൊരു ഉറപ്പ് കിട്ടിയതുപോലെ നമുക്കൊരു വിശ്വാസമുണ്ട്, എന്തായാലും ഇപ്പൊ മരിക്കില്ല എന്നാണ്. മരിക്കുന്ന കാര്യം ഉറപ്പാണ്, പക്ഷെ ഇപ്പൊ മരിക്കില്ല, ഈ സമയത്ത് പെട്ടെന്നൊരു മരണം ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കിട്ടിയതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളുടെയും മുന്നോട്ട് പോക്ക്. പിന്നെ ഒരു അറ്റാക്കായി മരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ കേട്ടാലും അനുഭവിച്ചാലും എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മരിക്കൂല എന്നതാണ്. നേരെ മറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ, എൻ്റെ ഈ മുഹർ നമസ്കാരം അസർ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് മഗ്‌രിബ് വരെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? യാതൊരു ഉറപ്പുമില്ല എങ്കിൽ എൻ്റെ ഈ നമസ്കാരം ഒരു അവസാനത്തെ നമസ്കാരമായിരിക്കാം, അതുകൊണ്ട് അത് മോശമാകാൻ പാടില്ല എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ നമസ്കാരത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഖുശൂഉം ഖുദൂഉം ഒക്കെ നിലനിർത്താൻ സാധിക്കും. എന്തെങ്കിലും ചിന്തകളിലൂടെ മറ്റു വഴികളിലൂടെ ചിന്ത പോകുകയാണെങ്കിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ അതൊരു വലിയ സഹായകമായി തീരും. ആ ചിന്ത അത് യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഫസ്വല്ലി സ്വലാത മുവദ്ദിഅ, ഒരു യാത്ര പോകുന്ന ആളുടെ നമസ്കാരം പോലെ ഈ നമസ്കരിച്ചോളൂ, അടുത്ത ഒത്ത് കിട്ടുന്ന യാതൊരു ഉറപ്പും ഇല്ല എന്ന് ഈ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. അങ്ങനെ നമസ്കരിക്കൂ. എൻ്റെ നമസ്കാരത്തിന് ഏറെക്കുറെ ശ്രദ്ധയോടുകൂടി നമസ്കരിക്കാൻ സഹായകമായി തീരും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വചനം അത് വളരെ ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഹദീസാണ് എന്നുള്ള നിലക്ക് നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഓരോ നമസ്കാരത്തിൽ നിൽക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് നമുക്ക് ഓർക്കാൻ സാധിക്കണം. അള്ളാഹു നല്ല നമസ്കാരക്കാരുടെ, അള്ളാഹു സ്വീകരിക്കുന്ന ഓരോ വഖ്ത് നമസ്കാരവും അള്ളാഹു സ്വീകാര്യയോഗ്യമായി തീരുന്ന രീതിയിൽ നമസ്കരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്താൻ കഴിയുമാണ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നമസ്കാര ശേഷം ഉള്ള പ്രാർത്ഥന അള്ളാഹുവിൽ ഏറെ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ ഒന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട്. പ്രമുഖ താബിഈ പണ്ഡിതൻ ഇബ്രാഹിം ബിൻ അദ്ഹം, അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു, ചില വിഷമങ്ങൾ. ഒന്ന് രണ്ട് ആളുകൾ ഒരേ ആവശ്യാർത്ഥം കാര്യങ്ങൾ പറയുന്നു. ഒരാൾ പറയുന്നു, ബാക്കിയുള്ളവർ കേട്ട് നിൽക്കുന്നു. എന്താണ് വിഷയം എന്നല്ലേ? അവർ പരസ്പരം ചർച്ച ചെയ്ത വിഷയങ്ങളായിരിക്കാം. അദ്ദേഹത്തോട് അവർ പറഞ്ഞു, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നില്ല. പ്രാർത്ഥനകൾ, പ്രയാസങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെടുന്നില്ല. ആ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, നമ്മളെപ്പോലെ എല്ലാ നന്മകളിലുമുണ്ട്. പക്ഷേ അല്ലാഹുവിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നില്ല. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ മറുപടി എന്നോണം അവരോട് പറഞ്ഞു. ഒരു 8ഓളം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട, നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷേ അല്ലാഹുവിനെ വഴിപ്പെടുന്നില്ല. മുസ്ലിം എന്ന് പറയാനുണ്ട് ഇസ്ലാം അനുസരണം. അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വഴിപ്പെടുന്നില്ല വേണ്ട പോലെ. പ്രവാചകനെ അംഗീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രവാചകനെ അംഗീകരിക്കുന്നുണ്ട്. പ്രവാചകനാണ് ലക്ഷങ്ങളോളം വന്നിട്ടുള്ള പ്രവാചകന്മാരുടെ അവസാനത്തെ അന്ത്യപ്രവാചകനാണ്. അതിന്റെ ഉമ്മത്തുകളിൽ പെട്ടാനാണ് എന്നൊക്കെ ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്നില്ല, അദ്ദേഹത്തിന് ഇത്തിബാഅ് ചെയ്യുന്നില്ല. ആ സുന്നത്ത് അറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്തുന്നില്ല വേണ്ട രൂപത്തിൽ. രണ്ടാമത്തെ കാര്യം. 3, അദ്ദേഹം പറഞ്ഞു, ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. എന്താണ് ഖുർആൻ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളുണ്ടോ, ആരാധന കർമ്മങ്ങൾ മാത്രമല്ല, ഏത് അവസരങ്ങളിലും എന്താണ് ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാൻ ഇവിടെ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പാത നമുക്ക് കാണിച്ചു തരുന്ന, മാർഗം കാണിച്ചു തരുന്ന ഒരു രേഖയാണ്. എന്നിട്ട് അതിങ്ങനെ ഓതുന്നുണ്ട്, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. 3ാമത്തെ കാര്യം. 4, അദ്ദേഹം പറഞ്ഞു, സ്വർഗം സൽക്രമികളായ ആളുകൾക്കുള്ളതാണ് എന്ന് നന്നായി അറിയാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് നേടിയെടുക്കാൻ ആവശ്യമായതൊന്നും അതിനുള്ള പരിശ്രമം നടത്തുന്നില്ല. വെറുതെ പരിശ്രമം നടത്തുന്നില്ല. നമ്മൾ ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അത്ര തന്നെ വലിയ പരിശ്രമങ്ങൾ നടത്താറുണ്ട് എങ്കിൽ ഇത് ഇത്രയും വലിയ ഒരു സംഗതിയാണെന്ന് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അതിന് വേണ്ട രീതിയിലുള്ള പരിശ്രമം നടത്തുന്നില്ല. 5ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, ദുഷ്കർമ്മികൾക്ക് നരകമുണ്ട് എന്നുള്ളതും വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമുക്കത് നന്നായിട്ട് അറിയാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് നിസ്കരിക്കാനൊക്കെ വരുന്നത്. പക്ഷേ ആ ദുഷ്കർമ്മികൾക്കായിട്ടുള്ള നരകത്തിൽ നിന്നും അതിലകപ്പെടാതിരിക്കാനുള്ള ജാഗ്രത വേണ്ട രീതിയിൽ നമ്മൾ കാണിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് അദ്ദേഹം 6ാമത്തെ കാര്യം പറഞ്ഞു, മരണം സുനിശ്ചിതമാണ് എന്നറിയാം, പക്ഷെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ് നടത്തുന്നത്. ജീവിതം എത്രത്തോളം ഉണ്ട്, ശേഷമുള്ള മരണമാണോ യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ കേവല ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സിന്റെ സിംഹഭാഗവും അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുമ്പോൾ, വേണ്ട ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, പക്ഷെ അതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു മരണം സുരക്ഷിതമാണ് എന്ന് അറിഞ്ഞിട്ടും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് വളരെ പിന്നിലാണ്. എന്നിട്ട് അദ്ദേഹം അടുത്ത 7ാമത്തെ കാര്യം പറയുമ്പോൾ ഖബറടക്കുന്നുണ്ട്, മരണാനന്തര കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, മരിച്ച വീട്ടിൽ പോകുന്നുണ്ട്, അതിനെ അനുഗമിക്കുന്നുണ്ട്, ഖബർ അടക്കുന്ന സമയത്ത് നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ
പക്ഷേ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. അത് സാധാരണ കാര്യങ്ങൾ മറന്നു പോകുന്നത് പോലെ വളരെ നിസ്സാരമായി മറന്നു പോകുന്നു. അതിന് പാഠം ഉൾക്കൊള്ളുന്നില്ല. എട്ടാമത് പറഞ്ഞ കാര്യമാണ് അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്ന് നന്നായിട്ട് അറിയാം. കാരണം ഖുർആൻ പറഞ്ഞതുപോലെ വഇന്നഹു അലാ ദാലിക ലശഹീദ് എന്ന് പറഞ്ഞല്ലോ. മനുഷ്യൻ ഏറ്റവും നന്ദി കെട്ടവനാണ്, അതിന് അവൻ തന്നെ തെളിവാണ് എന്ന് പറഞ്ഞ ആ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ തെറ്റുകുറ്റങ്ങളിൽ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എന്നാൽ അതിന് മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കുന്നില്ല. എന്നാലോ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ സ്വന്തം തെറ്റിൽ നിന്നും പിന്മാറാതെ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ചികഞ്ഞ് അതെങ്ങനെ പരത്തി പറഞ്ഞ് നാലാളെ അറിയിച്ച് ആ വിഷയത്തിൽ വലിയ താല്പര്യവുമാണ്. സ്വന്തം കാര്യത്തിൽ പശ്ചാത്തപിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നത് എന്നാണ്. അദ്ദേഹം പറഞ്ഞ ഈ 8 കാര്യങ്ങളും നമ്മോടാണ് എന്നുള്ളതാണ്. അദ്ദേഹം ആരോടൊക്കെ സംസാരിച്ചോ? ചരിത്രത്തിന്റെ ഭാഗം എന്ന് പറയുന്ന അങ്ങനെയാണ്. ചരിത്രം പഠിക്കുക അല്ലെങ്കിൽ ചരിത്രം ഓർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കണം. നമുക്ക് എന്താണ് ചരിത്രത്തിലുള്ളത്? അദ്ദേഹത്തോട് ചോദിച്ച ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും നമ്മോടാണ് എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അത് വളരെ സംശുദ്ധമായി നിലനിർത്താൻ, അതിനെ നിർമ്മലമായിട്ട് ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുവാൻ, ഒരു യഥാർത്ഥ മുസ്ലിമായി ഇങ്ങനെ ജീവിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ ഒരുപാട് ഉപദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല. മറിച്ച് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ കർമ്മങ്ങളെയും സ്വാധീനിച്ചാൽ മതി എന്നത് മാത്രമാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഉപദേശത്തിന്റെ ആകത്തുക. ഒരുപാട് അറിവുകൾ നേടുന്നതിലല്ല, നമുക്ക് ലഭിച്ചിട്ടുള്ള ഉപദേശങ്ങൾ അത് ചില്ലറയൊന്നും അല്ലല്ലോ. മദ്രസ കാലം കൊണ്ട് പഠിച്ച അന്ന് മുതൽ ഓർമ്മ വച്ച കാലം മുതൽ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയതാണ് അള്ളാഹുവും റസൂലും പരലോകവും നിസ്കാരവും ഒക്കെ. അപ്പൊ ഉപദേശത്തിന്റെ ആവശ്യമല്ല, മറിച്ച് ആ കേട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അത് കർമ്മമായി മാറുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള ഉപദേശമാണ് അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ ആകത്തുക എന്നുള്ളതാണ്. അള്ളാഹു അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി അള്ളാഹു നൽകിയിട്ടുള്ള വിശേഷ ബുദ്ധിയും അവസരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സമയത്ത് വിജയികളായി അള്ളാഹു തൃപ്തിപ്പെട്ട നല്ല അടിയാറുകളായി മരിച്ച അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ തൗഫീഖ് നൽകാൻ കഴിയുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അറിഞ്ഞും അറിയാതെയും എല്ലാം ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരികയും മേലിലും നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും നമ്മളെയും അവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു നമുക്കെല്ലാവർക്കും, എല്ലാ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും, മാരാരോഗങ്ങൾ കൊണ്ടും മാരകമായ രോഗങ്ങൾ കൊണ്ടും എല്ലാവർക്കും ശാന്തിയും സമാധാനവും ക്ഷമയും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അവർക്ക് മാതൃക കാണിക്കുന്ന നല്ല മാതാപിതാക്കളായി മാറുവാനും നമ്മുടെ മക്കൾ നല്ല പാതയിൽ വളരുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وإيمانا كاملا. اللهم فقهنا في الدين وعلمنا القرآن والحكمة. اللهم فقهنا في الدين وعلمنا القرآن والحكمة. اللهم إنا نعوذ بك من علم لا ينفع
ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على محمد وآله وأصحابه أجمعين والحمد لله رب العالمين. أقم الصلاة.